ആറ്റിങ്ങിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ഓട് കാണും. കുഴിമന്തി, ബിരിയാണി, ഊണ്. സംഭവം കയറിയപ്പോൾ എന്താ, എല്ലാം അങ്ങ് കഴിഞ്ഞ്. സംഭവം എന്താ, എന്ന് കയറിയ സമയം 2 മണി. പാതിരാത്രി 2 മണിക്ക് തന്നെ ഉള്ള സാധനമൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിപ്പ് തുടങ്ങി. ചെറുക്കൻ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചെന്നപ്പോൾ നമ്മൾ വെയിറ്റർ ഏട്ടൻ പ്ലേറ്റൊക്കെ അങ്ങ് കൊണ്ടുവച്ച്, പിന്നെ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ ഇങ്ങനെ മേശപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ച്. സംഭവം നമ്മളെ 2 അണ്ണന്മാർ നല്ല വിശന്നിരിക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്നിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് ഒരു പൊറോട്ട എടുത്തങ്ങ് വെച്ച്. അതേ ഒരു പൊറോട്ട എടുത്ത് വെച്ച് എന്നിട്ട് നോക്കിയപ്പോൾ നല്ല ചിക്കൻ റോസ്റ്റ് നല്ല കുറുകുറായി ഇരിക്കുന്നു. നേരെ അതിൽ നിന്നൊരു സ്പൂണങ്ങ് എടുത്ത് ഇട്ടിട്ട് അതിൽ നിന്നൊരു കഷ്ണവും എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് കുറച്ച് ഗ്രേവി എടുത്ത് ആ പൊറോട്ടേൻ്റെ നടുക്കോട്ടങ്ങ് വെച്ച്. അങ്ങനെ ചിക്കൻ റോസ്റ്റൊക്കെ എടുത്ത് നേരെ അങ്ങ് ചിക്കൻ ഫ്രൈയിലോട്ടങ്ങ് പോയി. ചിക്കൻ ഫ്രൈയിൽ ആ സവാളയൊക്കെ ഇട്ടേക്കണുണ്ട്. പാതി 2 പീസ് സവാള എടുത്ത് വെച്ച് അതിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ എടുത്തങ്ങ് വെച്ച്. അപ്പോഴാ നമ്മളെ നിഷാദിക്കുക ഗ്രേവി ഒഴിച്ച് വെച്ച് അങ്ങനെ പൊറോട്ടയിലിട്ട് നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ പീസും നല്ല ഉറൂറായിരിക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ കറി എടുത്ത് വെച്ച് നമ്മളെ പയ്യെന്താ മിണ്ടാതിരുന്ന് ദോശ അങ്ങ് കഴിക്കുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ പൊറോട്ട അങ്ങ് പിന്നിയെടുത്ത് നമ്മൾ പോയ സമയത്തൊക്കെ ആ പൊറോട്ടയുടെ ചൂടൊക്കെ അങ്ങ് പോയിട്ടാ. പക്ഷേ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അതങ്ങ് പോയിട്ടൊന്നുമില്ല. നേരെ ആ പൊറോട്ടയിലോട്ട് ആ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു പീസ് അങ്ങ് എടുത്ത് വെച്ച് എന്നിട്ട് ആ ചിക്കൻ ഫ്രൈൻ്റെ പീസ് ഇങ്ങനെ പിന്നി അങ്ങ് എടുത്ത് ആ ചിക്കൻ ഫ്രൈൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നേരെ ആ പൊറോട്ട അങ്ങ് മടക്കി ആ ഗ്രേവിയിൽ മുക്കി ഒരു പിടിയങ്ങ് പിടിച്ചു. സംഭവം പൊളി സാധനം. അങ്ങനെ ഒരു പൊറോട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ആ ചിക്കൻ ഫ്രൈ ഇച്ചിരി അങ്ങ് പൊട്ടിച്ചെടുത്ത് ചിക്കൻ റോസിൻ്റെ ആ ഗ്രേവിയിലൊന്ന് മുക്കി എന്നിട്ട് ആ റൗണ്ട് കണക്കിരിക്കുന്ന സവാളയും കൂടെ അതിൽ കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കി. അയവ. എന്നിട്ട് നേരെ ചെന്ന് നമ്മൾ ആ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു പീസ് അങ്ങ് എടുത്ത് ആ പീസ് ഒന്ന് പൊട്ടിച്ച് ഒന്ന് കഴിച്ചു നോക്കി. സംഭവം കൊള്ളാം. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ആ ചിക്കൻ ഫ്രൈ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് ആ ഒരു പൊറോട്ടയും കൂടെ എടുത്ത് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങ് എടുത്ത് വെച്ച് ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി അങ്ങ് എടുത്ത് അങ്ങ് ഒഴിച്ച് എന്നിട്ട് ആ പൊറോട്ട ഇങ്ങനെ പിന്നി അങ്ങ് എടുത്തിട്ട് ചിക്കൻ ഫ്രൈൻ്റെ പീസ് എന്നൊക്കെ ഒരു പീസ് അങ്ങ് പൊട്ടിച്ചങ്ങ് എടുത്ത് ആ പൊറോട്ടയിലൊക്കെ അങ്ങ് വെച്ച് എന്നിട്ട് നേരെ ചിക്കൻ ഫ്രൈൻ്റെ പൊടിയും അതും കൂടെ വെച്ചൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കി. സംഭവം എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കടേൻ്റെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ ITൻ്റെ അടുത്തുള്ള റമീസ് ഹോട്ടൽ.